അവർക്കൊരു പൂർണ്ണ സംതൃപ്തി വരണമെങ്കിൽ നമ്മളും അതിനോട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ മറ്റു പലതും ക്രിയകളാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ ആ പുസ്തകത്തിൽ വരുന്നുണ്ട്, വിശദമായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഒരു സമൂഹത്തിലേക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പുസ്തകമൊക്കെ അടിച്ചിറക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരു നോളജ് തീരെ ഒന്നുമില്ല. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും ഒരു ആത്മീയ ചികിത്സ ഈ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ഉപയോഗിക്കാന്നുള്ളതാണ്. നെക്സ്റ്റ് ബുക്ക് ഇതിലുണ്ട്, കുറച്ചുണ്ട്, ഇതിലുണ്ട് അതിലൊരു 4 ഭാഗം ഇതിലുണ്ട്. ഇതിന്റെ പിറകിലും ഒരുപാട് ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. ഈ സ്ത്രീകൾ ഒരുപാട് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ പുരുഷന്മാര് വിളിച്ചു കൊണ്ടുപോയിട്ട് സ്ത്രീകളായിട്ട് പോയിട്ട് അങ്ങനെ ഭർത്താക്കന്മാരെ അറിയാതെ മറ്റുള്ള അതൊക്കെ ഞാൻ ഇപ്പോൾ വിശദമായിട്ട് പറയുന്നത് എന്റെ പുസ്തകത്തിൽ ഞാൻ അതിനെ കുറിച്ച് എല്ലാം വ്യക്തമായിട്ട് തുറന്ന് എഴുതിയിട്ടുണ്ട്. ഈ ബുക്കിലെല്ലാം 21 വർഷത്തെ എൻ്റെ അടുത്ത് വന്ന എൻ്റെ മനസ്സ് തട്ടിയ ഓരോരോ പേഷ്യന്റുകളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കസ്റ്റമർ എന്നും പറയാം, പേഷ്യന്റ് എന്നും പറയാം, പലരെ പറ്റിയിട്ടും. അപ്പൊ ഈ ആത്മീയനെ കുറിച്ച് പറയുമ്പോൾ ഈ ആത്മീയ ചൂഷണങ്ങൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ആത്മീയ വൈകല്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അതിനെ കുറിച്ച് നിങ്ങൾക്കുണ്ടായിട്ടുള്ള സ്ത്രീ നിലനിൽക്കുന്ന അനുഭവങ്ങൾ എന്താണ്? അല്ല, ഞാൻ എൻ്റെ അടുത്ത് ഇപ്പോൾ പല ആളുകളും വരുമ്പോൾ അവരെന്നോട് വന്ന് പറയും എനിക്ക് അവർ ചെയ്തു, ഇവർ ചെയ്തു, സിഹർ ചെയ്തു, മറ്റേ മറിച്ചെന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങൾക്ക് ആരും ചെയ്തിട്ടില്ല, നിങ്ങളെ തോന്നലാന്ന് ചിലരോടൊക്കെ ഞാൻ പറയും. അപ്പോൾ ഇവർ പറയും നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് പോയ ആളുകളുണ്ട്. അപ്പോൾ ആളുകൾ ആഗ്രഹിക്കണത് എന്താ, നിങ്ങൾക്ക് സിഹറുണ്ട് മറ്റേ കുറച്ചുണ്ട് അതൊക്കെ പറഞ്ഞാൽ അവർക്ക് തൃപ്തിയാണ്. അതായത് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം നിങ്ങൾക്ക് പ്രഷറുണ്ട്, പ്രമേഹമുണ്ട്, ഷുഗറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ വീഡിയോ കാണുന്ന പലരും ഈ വർത്തമാന കാലഘട്ടത്തിലോ അല്ലെങ്കിൽ വീഡിയോ കാണുന്ന സമയത്തൊക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ പറയാൻ പോണത്. അതിൻ്റെ അനന്തര ഫലങ്ങളാണ് അല്ലേ? സിഹർ കാര്യങ്ങൾ, അതുപോലെ തന്നെ കണ്ണേറ്, അതുപോലെ തന്നെ നാക്ക്, പിന്നെ അല്ലെങ്കിൽ മറ്റുള്ളവർ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തു വെച്ചു, ചെയ്ത്താൻ കൂടി, ജിന്ന് കൂടി, അല്ലേ? ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു മേഖലയിലുണ്ട്. പക്ഷെ ഇതിൽ സൈക്കോളജിയും പാരാസൈക്കോളജിയും ഉണ്ട്, ഇല്ലാന്ന് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അത് ഞാൻ എവിടെയും നിഷേധിക്കണമില്ല. അതിന് നമുക്ക് അനുഭവങ്ങളിലൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാനും കഴിയും. അതിനേക്കാൾ കൂടുതൽ ചൂഷണങ്ങളുണ്ട്. ഇപ്പൊ കർണാടകനെ സംബന്ധിച്ച് ഇപ്പൊ പലരും പറയുന്ന ഒരു വാക്കുകളാണ് ഞാൻ അസൂയക്കാണ് മറ്റുള്ളവരെ എതിർക്കണം എന്നുള്ളത്. പക്ഷെ ഞാൻ അസൂയക്കല്ല. എൻ്റെ ചെറുപ്പം LP സ്കൂൾ മുതൽ എന്നെ പഠിപ്പിച്ച മാഷന്മാരോട് മുതൽ പിടിച്ച എൻ്റെ നാട്ടുകാരോടും എന്നെ അറിയുന്നവരോടും ചോദിച്ചാൽ എൻ്റെ ഒരു ക്യാരക്ടർ ചെറുപ്പം മുതൽ എങ്ങനെയാണ് എൻ്റെ ശരികളിലൂടെ ഞാൻ നടന്നിട്ടുള്ളത്. പക്ഷെ ഞാൻ ചെയ്യണുണ്ടെന്ന് കരുതിയിട്ട് ഞാൻ അതിലൊരു കാര്യലാഭത്തിന് വേണ്ടിയിട്ട് അതിനെ മൂടി വെച്ചിട്ട് അത് പറയാൻ തയ്യാറല്ല. അതായത് ഞാൻ കൂടുതൽ ആളുകളെപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്തൊരു പേഷ്യൻ്റായിട്ട് വന്നു എന്നുണ്ടെങ്കിൽ ഞങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് വിവരങ്ങൾ ചോദിച്ചറിയും. അതായത് നമ്മൾ ഞാൻ മനസ്സിലാക്കിയ ഒരു ആത്മീയത ആത്മാവിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ളൊരു ചികിത്സ. അതായത് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ചിലപ്പോൾ തകർച്ചയിൽ നല്ല ബിസിനസ്സിൽ ഒക്കെ ഉണ്ടായിട്ട് പെട്ടെന്ന് തകർച്ചയും തളർച്ചയൊക്കെ വന്ന് ആകെ ഡൗണായി അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് വഴികളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ആരും ചെയ്തിട്ടും പിടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് തോന്നും ആരോ ചെയ്തു എന്നുള്ളത് തോന്നും, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയും, തെറ്റിദ്ധരിപ്പിക്കും. അങ്ങനെയൊക്കെയുള്ള പല സാധ്യതകളും വരാണ്ട്. കാരണം ഞാൻ അനുഭവിച്ചാണ് അതൊക്കെ. എനിക്കും ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഈ കുടുംബത്തിലാണല്ലോ ജനിച്ച് വളർന്നത്. അപ്പം എനിക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ കഴിയുമെന്ന് തന്നെ വിചാരിച്ചോളി. അപ്പോൾ ആളുകൾ വിചാരം ആത്മീയത എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ഈ പാണ്ഡിത്യമുള്ള ഒരു കിതാബ് നോക്കി ചെയ്യേണ്ടതാണ്. ശരിക്കും അതല്ല, ശരിക്കും അതല്ല. ഇതിപ്പോ ഈ ജാസിയത്ത് കിട്ടിയ ആളുകള് ഇപ്പൊ ഒരു അരിഫ് എന്ന് വരച്ചു കൊടുത്താലും നിങ്ങൾ പോയി വരിക ശരിയാവും എന്ന് പറഞ്ഞാൽ ആ ഒരു നാക്കുപൊരുത്തുണ്ട്, ഈ കുരുത്തം പൊരുത്തം എന്ന് പറഞ്ഞാല്. ഇപ്പൊ ഞങ്ങളെ നാട്ടിലൊരു അസംബോയൊക്കെ ഉണ്ടായിരുന്നു. മൂപ്പരുടെ അടുത്തൊക്കെ ഞങ്ങൾ ചെറുപ്പം മുതൽ എന്തുണ്ടെങ്കിലും പോകും. വയറുവേദനക്കും എല്ലാവർക്കും ഒരു മെഡിസിൻ കൊടുക്കുകയും ചെയ്യാൻ പാവും, കമ്പൗണ്ടറായിട്ട് നല്ല. പക്ഷെ അതിന് നല്ല ഫലമായിരുന്നു. മൂപ്പരെന്ത് ചികിത്സ എടുക്കും, പറ്റൂല എന്ന് പറയില്ല, മരിച്ചുപോയി ആഹാരം വിളിച്ചായി കൊടുക്കട്ടെ. അപ്പൊ അങ്ങനത്തെ നല്ല വ്യക്തിയെന്ന്. അപ്പൊ എല്ലാവരും പോകും അവിടേക്ക്. അതേപോലെ ഞങ്ങളെ നാട്ടിലത്തെ MBBS ഡോക്ടർ ആയിരുന്നു ശശിധരൻ, ഡോക്ടർ പറഞ്ഞിട്ട്. മൂപ്പരും മരണപ്പെട്ടു. ഞങ്ങൾ ഫുള്ള് പന്തലൂർക്കാർക്കും പാണ്ടിക്കാട് എല്ലാവർക്കും ആ മെഡിസിന് വെറുതെ ശശിധരൻ്റെ അടുത്ത് പോയി വന്നാൽ അസുഖം മാറിയിരുന്നു. അതിലും വലിയ MD ഡോക്ടർമാരുണ്ടെങ്കിലും അവിടെ പോയിട്ടുണ്ടെങ്കിൽ മാറില്ല. ഇവരൊക്കെ കൊടുക്കണം പനിക്ക് പാരസെറ്റാമോൾ തന്നെയല്ലേ. അതിലൊരു കൈപ്പുണ്യം ഉണ്ട്. അത് മാത്രല്ല, ചില ആളുകൾക്ക് ഇന്ന ആളെ അതാണ് ഇപ്പൊ നമ്മളെ ശശിധരൻ ഡോക്ടറെ കഥയൊക്കെ അങ്ങനെയാണ്. അപ്പൊ ഇതിന്റെ ഒക്കെ കുറിച്ച് പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അപ്പൊ എന്റെ നെക്സ്റ്റ് പുസ്തകം 300 പേജാണ്. അതിൽ ഫുള്ളായിട്ടും ഈ 21 വർഷത്തതും പിന്നെ എന്റെ ചെറുപ്പം മുതലുള്ള കാര്യങ്ങളും കഥകളും ഒക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മളെ കൂടെ ഉള്ളത് ഷെരീഫ് അബീന്റെ വീഡിയോസിലൊക്കെ അങ്ങനെ പ്രതിപാദിക്കണ വാപ്പാക്ക നട്ടില്ലേ, വാപ്പാക്കാണ് നമ്മളെ കൂടെ ഉള്ളത് അല്ലേ? ഇവര് ഫാമിലിയൊക്കെ ആയിട്ട് വാപ്പാക്ക നല്ല ബന്ധം തന്നെ, ബന്ധങ്ങളാണല്ലേ? അപ്പൊ നിങ്ങളിങ്ങനെ ഇതിൽ പറയാനുള്ള കാരണം നിങ്ങൾ ആ ഒരു ബന്ധത്തിന്റെ മുകളിൽ തന്നെ ഞങ്ങളാണ് ഓല ഇവിടെ കൊടുന്ന ആള്. അപ്പൊ ഞങ്ങൾ എന്താ വെച്ചാൽ ഞങ്ങളായിട്ട് അത്രയും ബന്ധം എന്ന് പറഞ്ഞാൽ ചെറുപ്പം പോലൊക്കെ കുഞ്ഞുമാളെ കുട്ടി ആയിന കാലത്ത്
അങ്ങനെ ഓരോ ഇത് ഓല് ഇനി ഒരാളോട് ഇറക്കാൻ ഒരു പോവില്ല, പട്ടിണി കിടന്നാലോ. അങ്ങനത്തെ ആൾക്കാരാണ് ഇവര് അങ്ങനെയാണ് ഇവരെ ജീവിത ശൈലി. അപ്പോൾ വാപ്പാക്കാനോട് എന്നോട് ചെന്നപ്പോൾ തന്നെ ചോദിച്ചത് പുസ്തകം ഒന്ന് തരുമോ, എനിക്ക് തന്നില്ല, ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിറ്റേ ദിവസം കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് പിന്നെ വായിച്ച അനുഭവങ്ങൾ എന്താ വാപ്പൊക്കെ പറയും? വായിച്ചതിന് ശേഷം വായിച്ചിൽ കഥകളും കിസകൾ കഴിഞ്ഞ എല്ലാവരും സമ്മതിച്ചില്ല, കയ്യിലുണ്ടാവും. എന്നാൽ വേണ്ടാത്തൊന്നുമില്ല കേട്ടോ. അതിന് വായിച്ച് കുറേയാണ് വായിച്ചപ്പോൾ നാട്ടുകാരെ പറ്റിയും ഒരുപാട് പറ്റി, ഞങ്ങളെ പറ്റി, ഇത് കഴിഞ്ഞു പോയതും വേറെല്ലതും ഓരോ അതിന് വായിച്ചപ്പോൾ കണ്ണ് ചിന്ന ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് പഴയകാല ഓർമ്മകളൊക്കെ വന്ന്. എന്നാലിപ്പോൾ ഇതൊക്കെ അപ്പോൾ എൻ്റെ പെണ്ണുങ്ങൾ ചോദിച്ചു, ഇതൊക്കെ ഇപ്പോൾ കുഞ്ഞുമാൾ മനസ്സിൽ ചെയ്തതാണോ? അങ്ങാടിപ്പുറം വലിയ അങ്ങാടിന്ന്, അതായത് ഇവരെ വാപ്പ കോയ, അതിൻ്റെ വായ സീതിക്കോയ, അതിൻ്റെ വാപ്പ മുത്തുകോയ, അതിൻ്റെ വാപ്പ ഉണ്ട് സീതിക്കോയ തങ്ങൾ. അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നത് 100 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയത് പോലും ഞങ്ങളെ വാപ്പാൻ്റെ വാപ്പിയിട്ടും കാളവണ്ടിയിൽ പോയിട്ട്, അന്ന് ഞങ്ങൾക്ക് കാളവണ്ടിയാണ്, കാളവണ്ടി പോയിട്ട് ഓല കൊടുന്നു. ഇവിടെ ഷെരീഫ് അബീൻ്റെ ബുക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളിങ്ങനെ വന്നതാണല്ലോ വീഡിയോ ചെയ്യാൻ. അപ്പം നമ്മൾ വാപ്പാക്ക ഒരു അയൽവാസിയാണ്. അപ്പോൾ വാപ്പാക്കാരന് എനിക്കും കുറച്ച് പറയാണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരെ അയൽവാസി തന്നെയാണ് ഇതുല്ലേ? തറവാടിൻ്റെ. അമ്മൻ്റെ പേരെന്തേനു? എൻ്റെ പേര് ജാനകി. ജാനകി. നിങ്ങളൊക്കെ ഒരുപാട് ഞങ്ങളൊക്കെ നമ്മളെ അടുത്ത് വന്ന് താമസിച്ചതിന് ശേഷം ഞങ്ങളൊക്കെ വലിയ പരിചയത്തിലാണ്, വലിയ സ്നേഹത്തിലാണ്. കുട്ടികളൊക്കെ ആയിട്ട് ഇപ്പോഴും എന്നും ഒരു വന്നേ പോലേക്ക് ഞാൻ ഓൽക്ക് അമ്മായിയാണ്. അതേമാതിരിക്ക് കണ്ടിട്ട് എനിക്ക് കുട്ടികളാണ്. അങ്ങനെയല്ലേ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇന്നും ഉപ്പയായിന്നും തന്നെ ഉമ്മയായിന്നും തന്നെ ഈ മക്കളെല്ലാവരും ഓല് എത്ര മക്കളുണ്ട് ഒക്കെ ഇതേവരെ എൻ്റെ പേരെന്താന്നുള്ള ഓർക്ക് അറിഞ്ഞിട്ട് അറിയാവോ, ഓല് വിളിച്ചിട്ടില്ല. ഓലൊക്കെ അമ്മായി. ഞങ്ങൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും എപ്പോഴും ചെല്ലാൻ പറയും, പോവും. പക്ഷെ ഇപ്പം തീരെ സുഖമല്ല, അതുകൊണ്ട് പോകലില്ല. ഓലെ സ്നേഹമില്ലായിട്ടല്ല, ഓൽക്ക് ഇന്ന സ്നേഹമില്ലായിട്ടല്ല, ഓല് ഇങ്ങോട്ട് എല്ലാവരും ഇങ്ങോട്ട് വരും കാണാൻ. ഇപ്പോൾ ഓരൊക്കെ ഇവിടുന്ന് വന്നാലും വരലുണ്ട് എല്ലാ കുട്ടികളും. തീരെ സുഖം. ബുക്കൊക്കെ എഴുതിക്കണേ. ഇപ്പോൾ ഒരു ബുക്കൊക്കെ എഴുതിയെന്ന് ഉമ്മ പറഞ്ഞു. മുപ്പത്തിയാറ് അത് കൊണ്ടു തന്നു. ഞാൻ കുറേ വായിച്ചു. അതിലുള്ളത് എന്താ ഒക്കെ അതൊക്കെ ഉള്ള സത്യമാണ് അതൊക്കെ. അതൊക്കെ അതിലുള്ളതാണ്, നമുക്ക് അറിയണോടത്തോളം അതൊക്കെ. ഇപ്പൊ പക്ഷേ മൂപ്പത്തിയൊരു കുട്ടിയാകുമ്പോഴേ കുറച്ചൊരു കുസൃതിയാണ്. എല്ലാ കഥയും എല്ലാ പരിപാടി, കുളിക്കാനും ചാടാനും കളിക്കാനും പറയാനും എല്ലാവരും സന്തോഷമുള്ള ഒരാളാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ മൂപ്പത്തിയർക്ക് കുറേ കഷ്ടങ്ങളും എല്ലാ ഭാരവും താങ്ങുന്നത് മൂപ്പത്തിയറാണ്. അപ്പൊ ആത്മീയ ചികിത്സാ അനുഭവങ്ങളുണ്ട് അല്ലേ? ഉണ്ട്. അതായത് ഞാൻ ഈ ഫീൽഡിലുള്ള ആളല്ലേ, അത് പൂർണ്ണമായിട്ട് ഇത് വിട്ടു പോയിട്ടില്ലല്ലോ, മാറിയിട്ടില്ലല്ലോ. പക്ഷെ ഞാൻ ഇതിനായിട്ട് ഇരിക്കണില്ല എന്നുള്ളൂ. നമ്മളെ സന്തോഷങ്ങളും സ്വാതന്ത്ര്യം വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ 24 മണിക്കൂർ ഇങ്ങനെ ഇരുന്നിട്ട് പൈസ അത് അതിനോട് എനിക്ക് താല്പര്യപ്പെടുന്നില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു. ഞാൻ വേറൊരു ആധികാരികമായിട്ടുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, അപ്പൊ ഈ ഒരു സമയത്തും ഇത് നമുക്ക് ചുറ്റും ഇതുപോലെ ഒരുപാട് ആത്മീയ ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്, തട്ടിപ്പുകൾ ഒരുപാട് അല്ലേ? പാവങ്ങളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇപ്പൊ ഒരുപാട് പണം ഇതിനു വേണ്ടി ചെലവാക്കുന്നുണ്ട് അല്ലേ? ഉണ്ട്, പണം ചെലവാക്കുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് ബാധ്യതകൾ, തട്ടിപ്പിന്റെ ഉപരി ശരിക്കും ചൂഷണങ്ങൾ നടക്കണല്ലേ? ചൂഷണങ്ങളാണ് കൂടുതൽ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതൊക്കെ പറയുമ്പോൾ മറ്റുള്ളൊരു തങ്ങളോ മൂല്യരോ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചികിത്സ ചെയ്യുമ്പോൾ വെറുതെ ചെയ്തു കൊടുക്കില്ല എന്നുള്ളൊരു ചോദ്യം വരും സ്വാഭാവികമായിട്ട്. ഞാൻ വെറുതെ ചെയ്തു കൊടുക്കൂല. കാരണം എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. പിന്നെ അതിനാന്നൊന്നും പറഞ്ഞു വായിക്കൂല. ഞാൻ പറയും എൻ്റെ സമയത്തിനും എൻ്റെ അധ്വാനത്തിനും വിലയിടണം ഞാനാ, മറ്റുള്ളവരല്ല. കാരണം എനിക്ക് റെന്റ് കൊടുക്കാണ്ട് എൻ്റെ കുടുംബത്തിനെ നോക്കാണ്ട് മറ്റുള്ള കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളിലേക്ക് ഒരാൾ വരുമ്പോൾ എൻ്റെത് എന്താന്ന് ഞാൻ പറഞ്ഞു പേടിക്കാറുണ്ട്. മനസ്സിലായോ? നമ്മൾ വെറുതെ പിന്നെ അവർ ചാരിറ്റി ആയിട്ട് ചെയ്യാറില്ല. പക്ഷെ ചാരിറ്റി ചെയ്യേണ്ടടുത്ത് ഞാൻ ചെയ്യും. ബിസിനസ്സിൽ ചാരിറ്റി കൂട്ടിക്കൊടുക്കലില്ല. അപ്പൊ അതൊക്കെ അത് ഞാൻ പക്ഷെ ഒരു പ്രാവശ്യം വന്നവർ പിന്നെ നമ്മളെ ഹൃദയത്തിലേക്കാണ് അവർ കയറുന്നത്. അപ്പം നമുക്ക് പിന്നെ നെക്സ്റ്റ് അവരോട് പൈസ പറയാനൊന്നും ചൂഷണം ഒന്നിനും പറ്റൂല. ഞാനും എൻ്റെ വാപ്പയൊക്കെ അങ്ങനെയാണ്. അപ്പം നമുക്ക് ഹൃദയം കൊണ്ട് ഇടപഴകാനുള്ളൂ കഴിയുക. അപ്പം അതുകൊണ്ടാണ് നമ്മൾ എത്രയും ആളുകൾ വന്നു ലക്ഷങ്ങൾ സമ്പാദിച്ചു, ഓരോ കേസിനൊക്കെ വലിയ വലിയ പൈസ കിട്ടും. എന്നാൽ പോലും നമ്മുടെ അടുത്ത് നിൽക്കൂല. അപ്പം അനിയത്തിയാൾ മക്കൾ, കുടുംബം, മറ്റുള്ളവർ ഓരോ സന്തോഷങ്ങൾ, വേറെ ആരെങ്കിലും പുറത്തുള്ളവർ എന്തെങ്കിലും വിഷമം പറയുമ്പോൾ അത് പിന്നെ ഇതിൽ മാറാൻ നോക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ട്. ഒക്കെ പറഞ്ഞാൽ അടുത്ത് നിങ്ങൾ എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എൻ്റെ അടുത്ത പുസ്തകത്തിന് അത് ഞാൻ ഓരോ പേജും നിങ്ങൾക്ക് വായിച്ചു തന്നിട്ട് അതിൻ്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരാം. മറ്റുള്ള കാര്യങ്ങൾ ചൂഷണം മുതലെടുപ്പും ഒന്നും ഞാൻ ഇപ്പോൾ പറയണില്ല. കർണാടകത്തെ ചികിത്സ എന്താണെന്നും കേരളത്തെ ചികിത്സ എന്താണെന്നും ഇതിൻ്റെ തലങ്ങൾ എന്താണെന്നും പിന്നെ ഈ ബാത്തിൽ അതായത്
ഇപ്പോഴുള്ള ചില ചികിത്സാരികൾ ചെയ്യണ പല ചികിത്സകൾ അതിനൊക്കെ ഇപ്പോൾ നമ്മളടുത്ത് വരുന്നൊരു വ്യക്തിക്ക് സാരം ഞങ്ങൾ പോയി വരും ശരിയാവും എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു ധൈര്യം കൊടുത്താൽ തന്നെ അവരത് ശരിയാവും. പക്ഷെ ചില ചികിത്സകളുണ്ട്, ചില കാര്യങ്ങൾ നമുക്ക് ഈ രോഗിൻ്റെ മൈൻഡിൽ കിടക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും. പക്ഷെ എനിക്കൊക്കെ പണമൊക്കെ അങ്ങനെ പണത്തിൻ്റെ പിറകൊക്കെ പോവുകയാണെങ്കിൽ ഒരുപാട് സമ്പാദിക്കുമായിരുന്നു 20 വർഷം കൊണ്ട്. കർണാടക എന്ന് പറഞ്ഞാൽ പിന്നെ ഈ വിവരം ഇസ്ലാമികമായിട്ടില്ല. ഇപ്പോൾ ഞാൻ കർണാടകത്തിൽ നിന്ന് കേരളത്തിലേക്ക് നോക്കുമ്പോൾ എനിക്ക് തോന്നും ഇവിടെ ഉള്ളവർ ആകെ വിദ്യാഭ്യാസപരമായിട്ട് മുന്നിട്ട് നിൽക്കുന്നുണ്ട്, സംസ്കാരപരമായിട്ട് പിന്നെ ഇത് കൂടിയിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ മറ്റു പലരും പല രീതിയിലും ഇതാക്കുന്നത്. ഇപ്പം നമ്മളെ വീട്ടിൽ തന്നെ എൻ്റെ ഇപ്പോൾ തറവാട് വാപ്പാൻ്റെ കബറുള്ള വീട്, പിന്നെ വാപ്പ എപ്പോഴും പറയും പിന്നെ ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഞങ്ങൾ കളിച്ചിരികൾക്കിടയിൽ പറയും ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കബറിൻ്റെ കുട്ടികളെ അടുത്ത് തന്നെ വേണം, എനിക്ക് പെൺകുട്ടികളാണ് കബർ പള്ളിത്തോടിൽ വരാൻ പാടില്ല പറഞ്ഞിട്ട് വീട്ടിൽ തന്നെ മറവ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിലൊക്കെ വെറുതെ അവിടെ പാപ്പാൻ്റെ അടുത്തൊരു സാന്നിധ്യം കിട്ടാൻ വേണ്ടി അവിടെ പോകും വരും അങ്ങനെയൊക്കെ ചെയ്യും. അവർ ഓടിട്ട വീടാണ്, പഴയ വീടാണ്. അത് ഞാനൊരു ഓർമ്മക്ക് അങ്ങനെ നിലനിർത്തിയതാണ്. മമ്പറത്തൊക്കെ പോകുമ്പോൾ മമ്പറത്ത് ഞങ്ങളെ വീടാറുണ്ട് ഒരു വീട്ടിൽ തന്നെയാണ് ഉപ്പാനെ കബറടക്കിയിട്ടുള്ളത്. അതെ അതെ. അപ്പോൾ അതിൽ അന്യന് നിൽക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ വേറെ വീട്ടിലാണ്. അപ്പോൾ അങ്ങനെ അവിടേക്ക് ഉമ്മുള്ള സമയത്ത് ആരോ വന്നപ്പോൾ പറഞ്ഞത്ര. അപ്പൊ പൊതുവെ ജനങ്ങൾക്ക് പ്രേക്ഷകർക്ക് ചോദ്യം വരാൻ സാധ്യതയുണ്ട്, എന്തുകൊണ്ട് പള്ളിക്കാട്ടിൽ കൊണ്ട് അല്ലെങ്കിൽ പള്ളി കബർസ്ഥാനിൽ വെച്ചില്ല എന്നുള്ളത്. അല്ല, ആദ്യകാലങ്ങളിലൊക്കെ തങ്ങന്മാരൊക്കെ വീട്ടിൽ തന്നെ മറവ് ഇതിരുന്നത്, മക്കബറകളും കാര്യങ്ങളൊക്കെ എല്ലാ വീട്ടിലും ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് മാനത്തുമംഗലത്ത് ഞങ്ങളെ മക്കബറ വാപ്പാൻ്റെ വല്യമ്മ കാര്യപ്പെട്ടവരൊക്കെ വലിയ വാപ്പാരും ഒക്കെ അവിടെയാണ് ഉള്ളത്. പിന്നെ പെരിന്തൽമണ്ണ പള്ളിക്കൊക്കെ ഉള്ളത്. അപ്പോൾ വാപ്പാനെ വാപ്പ ആദ്യം പറഞ്ഞിരുന്നു എൻ്റെ കുട്ടികളുടെ അടുത്ത് വേണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ അനിയത്തി മരണപ്പെട്ടിട്ട് പിന്നെ പള്ളിയിലാണ് പറയുന്നത്. വാപ്പയ്ക്ക് ഞങ്ങൾ മക്കൾ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു, പെൺകുട്ടികൾ പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ്, എല്ലാ മക്കളെയും അങ്ങനെ തന്നെ. അപ്പോൾ പിന്നെ ഞങ്ങൾക്കും വാപ്പാനെ ഇന്നും 21 വർഷമായിട്ട് ഇന്നലെ പിന്നെ ഞാനേറ്റ ആണ്ടുണ്ടായിരുന്നത്. പക്ഷെ നേർച്ചയും കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തി. അപ്പോഴും ഭയങ്കര ഒരു പിന്നെ ധൈര്യമാണ്. ഞാൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെ തിരഞ്ഞു നടക്കും. എൻ്റെ വാപ്പാനെ പോലുള്ള ഒരു വ്യക്തിനൊക്കെ ഇന്ന് വരെ ഞാൻ കണ്ടുമുട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ജീവിതം കൊണ്ട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. വാപ്പൊക്കെ ഒരു കറ ആരോടും ഉണ്ടായിരുന്നില്ല, ഒരു ദേഷ്യം. വാപ്പ എന്തുണ്ടെങ്കിലും തുറന്ന് പറയും. ഇപ്പം എൻ്റെയൊക്കെ രീതി തന്നെ, ഞാൻ വാപ്പാൻ്റെ രീതിയാന്ന് പറയും, എൻ്റെ രീതി എന്നല്ല. നമുക്ക് എല്ലാ വ്യക്തികളും ഇപ്പം എന്ത് പ്രശ്നം വന്ന് പറഞ്ഞാലും അതിന് പിന്നെ കൂടെ നിൽക്കും, ആത്മാർത്ഥമായിട്ട് കൂടെ നിൽക്കും, ഒഴിഞ്ഞുമാറലുകളില്ലാതെ കൂടെ നിൽക്കും, ചേർത്ത് പിടിക്കും. അങ്ങനെയുള്ള ഒരു പ്രത്യേക ക്യാരക്ടർ. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ബുക്കിന്റെ പ്രകാശനം നമ്മൾ പ്രക്ഷേപണം ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. ഇത് ഷരീഫ തങ്ങളെ കുറിച്ചുള്ള എന്താ പറയാ, അല്ല എൻ്റെ പുസ്തകം വായിച്ചാൽ തന്നെ എന്നെ മനസ്സിലാവും. അതെ അതെ അതെ, ആരാണ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി പറയാണ്, 500 രൂപയാണ് നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കുക, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇത് കൊറിയറായിട്ട് വരും. പിന്നെ ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞത് സാമ്പത്തിക ലാഭമോ ഒരു തട്ടിപ്പോ ആയിട്ടല്ല, എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഞാൻ പറയാണ്. അപ്പോൾ ഇത് വിറ്റിട്ട് കിട്ടുന്ന ക്യാഷ് ഇതിൻ്റെ ചിലവ് കഴിച്ചിട്ടുള്ളത് 2 മക്കൾക്ക് ഒരു സ്ഥലം വീട് 2 വീട് വെച്ച് കൊടുക്കാനാണ്. അത് ഇൻഷാ അല്ലാഹ് ഇത് വിറ്റിട്ട് എത്രത്തോളം വിറ്റ് എന്നുള്ളതിൻ്റെ സുതാര്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ലേ, അതിന്റെ കാണിക്കേണ്ട ആവശ്യമില്ല, നൽപോലും നമ്മൾ കാണിക്കും. അല്ല കാണിക്കണം, അല്ല അതല്ല പറഞ്ഞത്. ഇപ്പോ അല്ല ഇത് എന്ത് ചെയ്തു, ഇത് വിറ്റിട്ട് വിൽപ്പന നടത്തിയിട്ടല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെയല്ല. ഇതിപ്പോ ഞാൻ തെറ്റിദ്ധാരണ തിരുത്താണ് കേട്ടോ ആളുകളത്. ഇപ്പൊ നമ്മളെ കുടുംബം ഇപ്പൊ നമ്മൾ മറ്റേ കുട്ടിക്ക് വേണ്ടിയിട്ടും കൂടി ഇതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആളുകളെന്താ പറയുക, ചാരിറ്റി നടത്തി അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് വിമർശനം വരും. പക്ഷെ ഇത് ഞാൻ ഉണ്ടാക്കിയ പ്രൊഡക്റ്റാണ്, എൻ്റെ പ്രൊഡക്റ്റാണ്. ഇത് വായനാശീലമുള്ളവരും ഇത് വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്നവരും അല്ലെങ്കിൽ നമ്മളെ കഥകൾ കാര്യങ്ങൾ അറിഞ്ഞ് സത്യാവസ്ഥ അറിഞ്ഞ് നമ്മളോട് ഐക്യപ്പെടാൻ അല്ലെങ്കിൽ നമ്മളെ കൂടെ നിൽക്കാൻ താല്പര്യപ്പെടുന്നവരാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അത് നമ്മൾ ഇവർക്ക് വീട് മേടിച്ചു കൊടുത്ത് കാര്യം മേടിച്ചു കൊടുത്ത് സമൂഹത്തിലേക്ക് മറ്റുള്ളവർക്ക് ചോദ്യം ചെയ്യാൻ വലിച്ചിടാനുള്ള സംഭവം അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് മുന്നേ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താവുമെന്നറിയോ, ഇപ്പം എൻ്റെ അനിയത്തി മാത്രമല്ല അതിലുള്ളൂ, വേറൊരു കുട്ടിയും കൂടി ഉണ്ട്. അപ്പോൾ അവർക്ക് വീടില്ലാത്ത സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ ആരും ഉണ്ടാവില്ല, പക്ഷെ പിന്നീട് ഇവരെ വെച്ച് മുതലെടുത്തു എന്ന് പറയാനും ആളുണ്ടാവും. മനസ്സിലായോ? അപ്പം അത് വ്യക്തമാക്കൽ നിർബന്ധമാണ്. ഇതിൻ്റെ ഉത്തരവാദി ഞാൻ മാത്രമാണ്. ഇതിൻ്റെ ഒരു പ്രൊഡക്റ്റ് മറ്റുള്ളവരിനെ ഇഷ്ടപ്പെട്ടിട്ട് എന്നോടുള്ള താല്പര്യം കൊണ്ട് വാങ്ങിക്കണു. പക്ഷെ അതിൻ്റെ ഓരോ ഘട്ടങ്ങളും ഞാൻ എല്ലാവരെയും അറിയിക്കും, മാത്രമേ ഉള്ളൂ. അല്ലാതെ കണക്കും കാര്യങ്ങളും ഒന്നും ആരും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല കണക്കല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതല്ല പറഞ്ഞത്. ഈ ബുക്ക് വിറ്റിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാതെ എത്ര കിട്ടി അല്ലെങ്കിൽ ഇത്ര ലാഭമുണ്ട് അല്ലെങ്കിൽ ഇത്ര ഇതിന് കിട്ടിയെന്നല്ല. ഇത് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് അത് പിന്നീടും ചിലപ്പോൾ വിറ്റ് പൈസ വന്നേക്കാം. ഞാനിത് എടുത്ത് പറയാൻ കാരണം എന്താ പറയുക, എനിക്ക് ഈ ചെറുപ്പം മുതലേ പിന്നെ ഈ ആരെങ്കിലും ദയനീയത പ്രദർശിപ്പിക്കുക, ക്യാമറൻ്റെ മുന്നിൽ കരയിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അത് വെച്ച് ആളാവുക.
അപ്പം അപ്പോഴൊക്കെ ഞാൻ ഓർക്കുക എന്താണ്, ഒരു 21 വർഷം മുന്നേ ഞങ്ങളൊരവസ്ഥ, ഞങ്ങളിപ്പോൾ ഒരു ക്യാമറക്ക് മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ നേരെ മറിച്ച് ഞങ്ങളൊക്കെ ആരെങ്കിലും സഹായിച്ചിരുന്നെങ്കിൽ ആ കാലഘട്ടത്തിൽ അന്ന് ആലോചിച്ച് നോക്കി, അത് വല്ലാത്തൊരു ഇത്രയും വലിയൊരു കുടുംബ ബാധ്യത ഏൽപ്പിച്ചിട്ട് മറ്റുള്ളവർക്ക് വിധേയപ്പെട്ട് നമ്മൾ ആ ഒരു വിധേയത്തിൻ്റെ ചങ്ങലക്കെട്ടുകൾ കൊണ്ട് ഇരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ലേ. അപ്പോൾ ഈ ചാരിറ്റി മേഖല എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു മേഖലയാണ്. ഞാനതിനെ എതിർക്കുന്ന കാര്യങ്ങളുമാണ്. ഇതിൻ്റെ പേര് ഇതൊരു ബിസിനസ്സാക്കി എടുത്തു എല്ലാവരും. ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെ പേരിൽ ഒരുപാട് അധ്വാനമുണ്ട്. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ തന്നെയുള്ള ഒരു 1-2 സ്ത്രീകൾ പറഞ്ഞത്രേ അതൊക്കെ എല്ലാവർക്കും ഉള്ള അനുഭവമാണ്, ഇതിനെ നിസ്സാരവൽക്കരിച്ചിട്ട് അത് ഞങ്ങൾക്ക് ബിസിനസ്സാണ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരിക്കൽ കഴിയുമെങ്കിൽ പോലും എഴുതിക്കോട്ടെ. തീർച്ചയായിട്ടും ഓരെ കൊണ്ട് ഇതിപ്പോൾ നമ്മളൊന്നിപ്പോൾ ഞാനൊന്നും ഒരിക്കലും സമൂഹത്തിലേക്ക് വരണമെന്നോ സംസാരിക്കണമെന്നൊന്നും ആഗ്രഹിച്ചൊരു വ്യക്തിയല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പം എൻ്റെ ഫേസ്ബുക്കിൽ തന്നെ എനിക്ക് ലൈവ് പോകായിരുന്നു, എന്തൊക്കെ ചെയ്യായിരുന്നു, പലതും ഞാൻ എഴുതും, പിന്നെ കമൻറ്റുകൾ കൊടുക്കും, അങ്ങനെ ഉണ്ടാതിരിക്കും, അങ്ങനെയാണ്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം അതായതുകൊണ്ട്, ആവശ്യഘട്ടമായതുകൊണ്ട് ഞാൻ വരാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വന്നത്. ഇത്രയും തുറന്ന് പറയണത് എന്താ പറയുക, തെറ്റിദ്ധാരണകൾ നമ്മൾ തിരുത്തപ്പെടേണ്ടത് തന്നെയാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്.